ആദ്യം ജിമ്മി ജെയിംസിലേക്കാണ്. ജിമ്മി, ഇപ്പോൾ അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതാണ് SIT പരിശോധിക്കുന്നത്. എന്താണ് കരുതുന്നുണ്ടോ? അടൂർ പ്രകാശിന് ഇടപാടുണ്ടോ എന്നുള്ളത് SIT അന്വേഷിച്ച് വെളിവാകേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയില്ല, ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു, പല സംശയങ്ങളുണ്ട്. പക്ഷേ തൽക്കാലം ശബരിമലയിൽ ഇനി UDFൻ്റെ ഊഴമാണ്. അടി വാങ്ങിക്കാനും പ്രതിരോധത്തിലാകാനും UDF തയ്യാറെടുത്തുകൊള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ കാര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് അടൂർ പ്രകാശ് പറഞ്ഞ നുണ, അടൂർ പ്രകാശ് പല തവണ പറഞ്ഞ നുണയ്ക്ക് കണക്ക് പറയാൻ പോവുകയാണ് അടൂർ പ്രകാശും. അടൂർ പ്രകാശ് ഏത് മുന്നണിയുടെ കൺവീനറാണോ ആ മുന്നണിയും UDF, ഏത് പാർട്ടിയാണോ പാർട്ടിയുടെ നേതാവാണോ ആ പാർട്ടിയും കോൺഗ്രസ്. എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ട് സോണിയാഗാന്ധിയോടൊപ്പം ഒരു ഫോട്ടോ വരുമ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നു. അതിനുശേഷം ഒരു ഫോട്ടോ ഇങ്ങനെ ഒന്ന് അതിൻ്റെ വിശദാംശങ്ങൾ വരുന്നു. അപ്പോൾ പറയുന്നു എനിക്ക് ചെറുതായിട്ട് പരിചയമുണ്ട്, അത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു അന്നദാനത്തിന് എന്നെ വിളിച്ചു, ഞാൻ പോയി. അതിനുശേഷം ആ പറഞ്ഞത് മുഴുവൻ പൊളിഞ്ഞടുങ്ങി അടൂർ പ്രകാശ് സ്ഥിരമായി ഇദ്ദേഹത്തിൻ്റെ ഈ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലെ സന്ദർശകനായിരുന്നു എന്നുള്ളത് വ്യക്തമാകുന്നു. അപ്പോൾ അടൂർ പ്രകാശ് അത് സംബന്ധിച്ചിട്ട് പറയാണ്, നിങ്ങൾ എന്നോട് ചോദിച്ചില്ലല്ലോ, ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേൻ, എന്ത് ചോദിക്കണമായിരുന്നു, വീട്ടിൽ പോയെന്നോ. അപ്പോൾ വേണമെങ്കിൽ സാങ്കല്പികമായി ചോദിക്കാം, താങ്കൾ അദ്ദേഹവുമായി ചേർന്ന് സ്വർണ്ണം മോഷ്ടിച്ചു നമ്മളിതുവരെ ചോദിച്ചിട്ടില്ല, അപ്പോൾ സ്വർണ്ണം മോഷ്ടിച്ചു എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അതും ഞാൻ പറയുമായിരുന്നാണ്. എന്താ അതിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. UDFൻ്റെ ഒരു കൺവീനറാണ്, സാധാരണ നേതാവല്ല, ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അയാൾ 3 തവണ പറഞ്ഞ കാര്യങ്ങൾ നുണയായിരുന്നു എന്ന് പുറത്തു വരുന്നു. ആ നുണയാണെന്ന് പുറത്തു വന്ന കാര്യത്തിൻ്റെ പുറത്ത് അടൂർ പ്രകാശും അടൂർ പ്രകാശിൻ്റെ മുന്നണിയും അടൂർ പ്രകാശിൻ്റെ പാർട്ടിയും പ്രതിരോധത്തിലാകുന്നു. അതാണ് വിഷയം. അടൂർ പ്രകാശ് ഈ കാര്യത്തിൽ നിഷ്കളങ്കനാണെന്നും അടൂർ പ്രകാശ് ഈ കാര്യത്തിൽ യാതൊരു സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടില്ല എന്ന് തന്നെ കരുതുക. പക്ഷേ പൊതുജനമധ്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് 3 തവണ നുണ പറഞ്ഞെങ്കിൽ അടൂർ പ്രകാശ് പറയുന്നത് വിശ്വസിക്കണോ, അടൂർ പ്രകാശിനെതിരെ പറയുന്നത് വിശ്വസിക്കണോ? ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, അന്നത്തെ ദേവസ്വം മന്ത്രി, ഇതുപോലെ തന്നെ ആയിരുന്നല്ലോ. കടകംപള്ളി സുരേന്ദ്രനോട് ആദ്യം ചോദിക്കുമ്പോൾ ഇതൊന്നും പറയുന്നില്ല. കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ നുണകൾ പൊളിഞ്ഞു വീണപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ഇതേപോലെയല്ലേ, ഇതേ വാദത്തിലല്ലേ നമ്മൾ പ്രതിപക്ഷവും കുരിശിൽ കയറ്റിയത്? അപ്പോൾ ഇപ്പോൾ ഒരു ന്യായമുണ്ട്. ഈ അടൂർ പ്രകാശും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനും പറയുന്ന ഒരേ കാര്യമാണ്. ഫോട്ടോയിൽ വന്നതുകൊണ്ടോ സൗഹൃദമുള്ളത് കൊണ്ടോ അതൊരു കുറ്റമേ അല്ല. രണ്ടുപേർക്കും ഒരേ ശബ്ദമാണ്, ഒരേ താളമാണ്. ഇതിനകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ്? ഇപ്പോൾ ഈ കേസ് അന്വേഷണം നടന്നിട്ട് തുടങ്ങിയിട്ട്, ഈ വിവാദം തുടങ്ങിയിട്ട് എത്ര ദിവസമായെന്നറിയോ? 120 ദിവസം കഴിയുന്നു. 120 ദിവസം കഴിയുകയാണ് ഇത് ഈ വിവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടന്നിട്ട്. സ്വർണം എവിടെ പോയി എന്നറിയില്ല, എത്ര സ്വർണം പോയി എന്നറിയില്ല, ആ സ്വർണം എവിടെ ഉണ്ടെന്നറിയില്ല. ഇതൊന്നും അറിഞ്ഞുകൂടെങ്കിലും കോടതി പറയുന്നതനുസരിച്ചാണെങ്കിൽ അതൊന്നും പ്രശ്നമല്ല, നമ്മൾ വളരെ ഗൗരവമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പൂർണ്ണമായും എല്ലാവരെയും പിടിക്കുന്നത് വരെ ഈ അന്വേഷണം പോകട്ടെ എന്ന് പറയുന്നു. പ്രതികൾക്കെല്ലാവർക്കും ജാമ്യം കിട്ടുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അപ്പോഴാണ് അന്വേഷണ സംഘം മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. ഈ ഘട്ടത്തിൽ എന്തിനായിരിക്കും അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്തിയത്? 2-3 സാങ്കല്പികമായ സാധ്യതകൾ പറയാം. അടൂർ പ്രകാശിനെ വിളിച്ചു വരുത്താനാണെങ്കിൽ പണ്ടേ വിളിച്ചു വരുത്താമായിരുന്നു. അടൂർ പ്രകാശിൻ്റെ ചിത്രം പുറത്തു വന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് നുണയാണെന്നുള്ളത് നമുക്കറിയുന്നതിന് മുമ്പേ അന്വേഷണ സംഘത്തിന് മനസ്സിലായതാണ്. കാരണം പോറ്റി ഇതെല്ലാം മണി പോലെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അപ്പോഴൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അടൂർ പ്രകാശിനെ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയെങ്കിൽ അത് കോടതിയുടെ മേൽനോട്ടത്തിലുള്ളതാണെങ്കിലും കേരള പോലീസ് വിളിച്ചു വരുത്തിയെങ്കിൽ അതിനകത്തൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്നാണ് UDFൻ്റെ യാത്ര തുടങ്ങി 2-ാം ദിവസം UDFൻ്റെ കൺവീനർ 2.5 മണിക്കൂർ ആ പോലീസ് ആസ്ഥാനത്ത് ചോദ്യമുനയിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയമായി വളരെ വലിയ ഡിഫൻസിലായിപ്പോയി UDF. അങ്ങനെ ഒരു വഴിമരുന്ന് ഇട്ടുകൊടുത്തത് അടൂർ പ്രകാശ് ആണെന്നിരിക്കെ തന്നെ ഇങ്ങനെയൊരു അടൂർ പ്രകാശിനെയും UDFനെയും കെണിയിലാക്കാൻ തന്നെ ആയിരിക്കണം ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. അടൂർ പ്രകാശിന് മറ്റെന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തെളിവില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം അങ്ങനെ ഇല്ല എന്ന് കരുതാനാണ് എനിക്കും ആഗ്രഹം. ഇതുവരെ തെളിവൊന്നുമില്ല, തെളിവ് പുറത്തു വരട്ടെ. പക്ഷേ അടൂർ പ്രകാശിനെ ഇതുവരെ വിളിക്കാതിരുന്നതും അടൂർ പ്രകാശിനെ ഇപ്പോൾ വിളിച്ചതും ഒരു രാഷ്ട്രീയമായ നീക്കം തന്നെയാണ്. അടൂർ പ്രകാശ് വഴി UDFനെയും വെടി സതീശൻ്റെ യാത്രയുമൊക്കെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഇന്നത്തെ ചർച്ച മുഴുവൻ UDF ഒരുക്കി വെച്ചിരുന്ന മുഴുവൻ സാധനങ്ങളും തകർന്നടിഞ്ഞ് അതിലേക്ക് കാര്യങ്ങളുടെ ഫോക്കസ് പോയി. 2 ദിവസം മുമ്പ് പിണറായി വിജയൻ അവരുടെ യാത്രയിൽ പറഞ്ഞ പ്രധാനപ്പെട്ട വാദമുണ്ട്, അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. സോണിയാഗാന്ധിക്കൊപ്പം കൂടി നിന്ന പോറ്റി, അതുപോലെ തന്നെ ഈ പോറ്റി എന്നാണ് 2004 ശബരിമലയിൽ കയറിയ ആളാണ്. അപ്പോൾ എവിടുന്നാണ് മോഷണം തുടങ്ങിയത് എന്നുള്ളത് വ്യക്തമല്ലേ? സത്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ബാലിശമായൊരു വാദമാണ്. ഇപ്പോൾ ഏറ്റവും ആദ്യം ശബരിമലയിൽ പോയത് ശബരിമല കാണാനാണ്. പോറ്റി 8-ാം വയസ്സിൽ നിക്കറിട്ടുണ്ട്, ശബരിമലയിൽ കയറിയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയുടെ കൂടെ. അതുകൊണ്ട് അപ്പോൾ അന്നത്തെ ദേവസ്വം പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾ പറയുമോ? അന്നത്തെ സർക്കാരാണെന്ന് പറയും? അതൊന്നുമില്ല. ഒരാൾ മോഷ്ടാവാകുന്നവരെ അല്ലെങ്കിൽ മോഷണം നടക്കുന്നത് വരെ അയാൾ ആരുടെ കൂടിയായിരുന്നു എന്താണെന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ്. അതിന് മുൻപ് മോഷണം നടത്തിയെന്ന് അറിയാൻ പറ്റുമോ? തെളിയിക്കപ്പെടണം. അതുവരെ
അതുവരെ ഇപ്പോൾ പോറ്റി ആദ്യമായി പോയത് 1997 വിചാരിക്കുക സാങ്കല്പികമായി. അതിൻ്റെ അർത്ഥം എന്താ? 97 അയാൾ അങ്ങനെ പോയത് കൊണ്ട് അയാൾ 2022 ചെയ്ത കൊലപാതകത്തിനോ ചെയ്ത കുറ്റത്തിനോ 1997 പോയതിന് ഉത്തരവാദിത്തമുണ്ടോ? 2022 മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് തെളിവുണ്ടോ? തിരിച്ചല്ലേ നിങ്ങളുടെ അത് പറയുന്ന ആളുടെ ഉത്തരവാദിത്തമല്ലേ? അല്ല, ഒരാള് ഞാൻ 2026 കൊലപാതകം ചെയ്തു, ഇതുവരെ ഞാൻ ഒരു കൊലപാതകവും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനുമായി ബന്ധമുള്ള എല്ലാവർക്കും ഈ 2024 അന്വേഷിച്ചു വരണം. അത് തന്നെ വൺ സൈഡ് അന്വേഷണം ആവാൻ പാടില്ലല്ലോ. വരുന്നത് വരെ ഒരു കാര്യം മാത്രം പറയാൻ പറ്റും, ഒരു കാര്യം പറയാനേ പാടില്ല. അത് ബാലിശമാണ്. 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കീശാന്തിയായിട്ട് വന്നിട്ടില്ലേ? ആ സമയത്ത് മാത്രമാണോ സ്വർണ്ണക്കൊള്ള നടത്തിയെന്നുള്ളത് അന്വേഷണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കൊടിമരം മാറ്റി അത് ഈ പറയുന്നത് UDFന്റെ പ്രസിഡന്റും സെക്രട്ടറിയും ഉള്ള സമയത്തല്ലേ. ചോദ്യം ഇതാണ്, നിങ്ങളൊരു കാര്യം തെളിയിക്കപ്പെട്ടാൽ, അതായത് ഇപ്പോൾ വിഷയം എന്താ, സ്വർണം പോയി സമ്മതിച്ചല്ലോ, അത് ഏത് വർഷമാ? അല്ലല്ല, ഇപ്പോ സ്വർണം പോയത് ഏത് വർഷമാണ്? 2019. അല്ല, അതിന് മുൻപേ ഉണ്ടല്ലോ. അതിന് മുന്നത്തെ കൊടിമരവും അതിന് മുൻപത്തെ വാജിവാഹനവും അതിന് മുന്നത്തെ അതൊക്കെ ആരോപണമാണ്. ഞാൻ പറയുന്നത് കോടതിയിലെ ഇപ്പോൾ SIT അന്വേഷിക്കുന്നത് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട എന്റെ സമയമാണല്ലോ. അപ്പൊ ശബരിമലയിൽ കഴിഞ്ഞ സുനിൽ വരാം, കൊടിമരമൊക്കെ പറഞ്ഞതിന് മറുപടിയാണിത്. അതായത് ഒരു സ്വർണ്ണക്കൊള്ള നടന്നതിനെ കുറിച്ച് കോടതി പറഞ്ഞിട്ടുണ്ട്. ആ സ്വർണ്ണക്കൊള്ള നടന്നത് 2019 ആണല്ലോ. 2015 കുറിച്ചും 2014 കുറിച്ചും 2010 കുറിച്ചും ആരോപണങ്ങളുണ്ട്. ആ ആരോപണങ്ങൾ അന്വേഷിച്ച ശേഷം അടൂർ പ്രകാശിനെ കുറിച്ച് ആരോപണമുണ്ട്. ഈ ആരോപണം അന്വേഷിച്ച ശേഷം ഏതെങ്കിലും ഒരു കടലാസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നത് വരെ നിങ്ങൾക്ക് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പിണറായി വിജയൻ കുറച്ചുകൂടെ പോയി. എന്തിനാ? അത് KC വേണുഗോപാലിനെ പിടിക്കാനാണ്. KC വേണുഗോപാൽ 2004 മന്ത്രിയാണല്ലോ. സത്യത്തിൽ 2006-2007 കാലത്താണ് നമ്മുടെ അറിവനുസരിച്ച് പോറ്റി അവിടെ കയറിയിരുന്നത്. 2004 2007 കയറിയത്. എന്നാലും 2004 ഇരുന്നോട്ടെ, അല്ലെങ്കിൽ 2007 ആയിരുന്നോട്ടെ, അന്നൊന്നും ഇങ്ങനെ ഒരു മോഷണം നടന്നതായി നമ്മുടെ തെളിവിലേ ഇല്ല. 2004 ആരോപണം എന്താ? വിരോധാഭാസമല്ലല്ലോ, വേറെ മുൻപുള്ള ആരോപണം. UDF ആരോപണം ഒന്നും പറയാൻ പാടില്ല. നിങ്ങൾ LDFന്റെ ഭരണസമിതി ഇതൊന്നും അറിയാത്ത അല്ല ഈ പേരെന്താണ് വാസവൻ വെക്കണം എന്ന് പറഞ്ഞ പിന്നെ UDFന് എന്ത് ഞാൻ UDFന്റെ ആദരണ പറഞ്ഞു. 2019 പറഞ്ഞാൽ എന്റെ വാദം UDFന്റേതല്ല. ഒന്നാമത്തെ കാര്യം, എനിക്കത് പറയേണ്ട കാര്യമില്ല. 2004 ഇനിയിപ്പോൾ ഈ ആരോപണം മുഴുവൻ ഇപ്പോൾ സുനിൽ പറഞ്ഞതും കൊടിമരമായാലും വാജിവാഹനമായാലും മണികളായാലും എന്തായാലും 2004 എന്താ പ്രസക്തി? ഒറ്റ പ്രസക്തിയേ ഉള്ളൂ, അത് KC വേണുഗോപാൽ മന്ത്രിയായിരുന്നു. അത് അന്വേഷണത്തിലേ പറയാൻ പറ്റുള്ളൂ. എന്നാ പിന്നെ 2000 പറ. 2000 പറയേണ്ടി വരുമല്ലോ. 96 പറ. അത് LDF എന്താ ചെയ്യുന്നത്? LDF UDFന്റെ ഭരണകാലത്തുള്ള തെളിവുകൾ പറയുന്നു. 2004 എന്താ മാറിയത്? എന്നാണോ വിജയ മല്യ അവിടെ സ്വർണം പൂശിയത്? അതിനുശേഷമുള്ള സ്വർണം നഷ്ടപ്പെട്ടതിന് മുഴുവൻ അന്വേഷണം നടത്തുന്ന പറഞ്ഞു. ആയിക്കോട്ടെ. അപ്പൊ 2004 പ്രത്യേകത ഇതിന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ 2019 ശേഷം മാത്രമേ പാടുള്ളൂ. 2004 പറഞ്ഞില്ല. 2004 പ്രത്യേകത എന്താ? 2004 എന്തെങ്കിലും ആരോപണം LDFനുണ്ടോ? അല്ലാതെ 2006 വരെ UDF ഭരണകാലാണ്. ആരോപണം എന്താണ്? ദേവസ്വം ബോർഡ് മന്ത്രിയാണെന്നുള്ളതല്ലാതെ 2004 UDF അധികാരത്തിലുള്ള പറഞ്ഞില്ല. പിണറായി വിജയൻ പറയുന്നു 99 തുടങ്ങിയിട്ട് ഇതുവരെ എന്ന് പറഞ്ഞാൽ എന്നാണോ ഈ പറഞ്ഞ പിന്നെ വിജയ മല്യ സ്വർണം പൂശിയത് അതിനുശേഷമുള്ള സ്വർണത്തിൻ്റെ കടത്ത് മുഴുവൻ സ്വർണ്ണക്കൊള്ള മുഴുവൻ അന്വേഷിക്കണം എന്നുള്ളതാണ് കാര്യം. അതാണ് അതിന് 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ട് വന്നു എന്ന് പറയുന്നത് എന്താ അത്ര വിഷമം? അത് അംഗീകരിച്ചാൽ മതി.
2004 കയറിയതും 2019 ഇപ്പൊ നോക്കൂ, രണ്ട് പാട്ടെന്താണ് പാട്ടെന്താണ് എന്തുകൊണ്ടാണ് 2004 ഉണ്ണികൃഷ്ണൻ പോറ്റി കയറിയെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇത് ഒരു സംഭവമല്ലല്ലോ. ഇത് ഒരു സംഭവമല്ലല്ലോ. കോൺഗ്രസ് കയറ്റിയെന്നാണ് പറയുന്നത്. രണ്ട് FIR ആണ് ഇപ്പോൾ ഉള്ളത്. ഒരു മിനിറ്റ്. ഒരു അന്വേഷണമോ ഒരു FIR-ഓ പ്രത്യേകിച്ച് ഒരു ആരോപണമോ 2004 കുറിച്ച് ഇല്ലാതിരിക്കെ KC വേണുഗോപാലിന്റെ കാലത്തെ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലല്ല, അപ്പൊ അങ്ങനെ പാട്ട് പാടുമ്പോ അങ്ങനെ പറയണമെന്നേ. ഞാൻ പാടുമ്പോ കോൺഗ്രസ് കയറ്റി കൂടെ പറയണം. സ്വർണ്ണം കക്കാൻ കയറ്റിയത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് പറഞ്ഞാൽ മതി. അത് അവസാനിച്ചു. അത് അവസാനിച്ചു. പക്ഷേ 2019 കയറ്റിയത് പറഞ്ഞാലേ നിങ്ങളത് കോൺഗ്രസ് കയറ്റിയെന്നോ LDF കയറ്റുന്നു എന്ത് വേണേ പറഞ്ഞു. പക്ഷെ 2004 LDF-ന് പോലും ഒരു ആരോപണമില്ല. UDF-നെ കുറിച്ച് LDF-ന് പോലും ഒരു ആരോപണമില്ല. ഒരൊറ്റ കാര്യമുള്ള പോറ്റി കയറിയ വർഷം. ഇതെങ്ങനെ ആരോപണമുണ്ടാകും? ഇത് ഇപ്പോഴല്ലേ ഇത് കണ്ടെത്തുന്നത്? ഇപ്പോഴല്ലേ ഇത് കണ്ടെത്തുന്നത്? കണ്ടെത്തുമ്പോഴാണല്ലോ, ഇപ്പൊ ഇത് കണ്ടെത്തിയ ശേഷമാണല്ലോ പുറകോട്ട് നോക്കിയത്. അല്ല, ഇപ്പൊ സ്വർണ്ണപ്പാളി ഞാൻ പറയാം കേൾക്കണം. അല്ലെന്നൊക്കെ സ്വർണ്ണപ്പാളി സ്വർണം മോട്ടിച്ചു എന്ന് കണ്ടെത്തിയപ്പോഴാണല്ലോ പുറകോട്ട് പോറ്റി എന്ന് കയറി. അതിനുശേഷം അവിടെ എന്ത് മാറ്റിയൊക്കെ എന്നൊക്കെ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. കൊടിമരം മാറ്റി, മറ്റേന്താ മണികൾ മാറ്റി, അതിനുശേഷമല്ലേ വരുന്നത്. അപ്പൊ ഇത് പുതിയ പുതിയ സംഗതികൾ കണ്ടെത്തല്ലേ? അപ്പൊ അന്വേഷിക്കണ്ടേ? അപ്പൊ 2004 കയറിയത് അന്വേഷിക്കട്ടെ. ഒരു മിനിറ്റ് നമുക്ക് ഇടവേളയ്ക്ക് ശേഷം എല്ലാവരുടെ കൂടത്തിലേക്ക് പൂർത്തിയാക്കിയോ? ഇല്ലല്ല, അങ്ങനെയല്ലല്ലോ. പറയാം. ശബരിമല ഉണ്ടായ കാലത്ത് മുതൽ നിങ്ങൾ പുറകോട്ട് എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. 2004 അങ്ങനെ ഒരു കേസേ ഇല്ല. LDF-നില്ല, UDF-നില്ല, BJP-ക്കില്ല, ആർക്കുമില്ല. 2004 ഒരാൾ ഒരു സ്ഥലത്ത് കയറുകയാണ്. ആ സ്ഥലത്ത് കയറി അവിടുത്തെ സ്ഥിതിഗതികളൊക്കെ പഠിച്ച 10-12 ചെറിയൊരു പോറ്റിയെ മോഷിച്ചത് അല്ല, അങ്ങനെയല്ല. പോറ്റിയെ ശബരിമലയെ കയറ്റിയത് ആരാ? അത് പറ. തെളിയിക്കപ്പെടട്ടെ. അങ്ങനെയല്ലേ പറയുന്നത്? പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ് ആണെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 2004 ആ പാർട്ടിയിലാണ് 2007 പോറ്റി വന്നത് 2004 പറയുന്നത്. ആര് പറയുന്നത്? LDF പറയുന്നത്. അല്ലെങ്കിൽ 2006 വരെയുള്ള കാലയളവിൽ, ആ കാലയളവിലാണ് ഈ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത്. അപ്പൊ പോറ്റിയെ കയറ്റിയത് ആരാണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാൽ മതി. ശരി, അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യം. 2004 ആരുടെ അനുയായിട്ടാണ് അവിടെ വന്നത്? തന്ത്രിയുടെ പുറകിലാ നിൽക്കുന്നത്. ഞാൻ പറയാം. 2004 എന്നുള്ളത് പിണറായി വിജയൻ ഏറ്റവും പുതുതായി ഉന്നയിച്ച ആരോപണമാണ്. LDF പോലും 2007 പറഞ്ഞുകൊണ്ടിരുന്നത്. 2007 പ്രത്യേകത പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നുണ്ടോ? അതാണ് വിഷയം. ഇത് മാത്രമല്ല, ഞാൻ UDF-ന്റെ ഭരണസമിതി LDF ഭരിക്കുന്നു. എന്റെ ഫൈനൽ സ്റ്റേജിലാണ്. 2007 പോറ്റി ആരുടെ സഹായിയായിട്ടാണ് വന്നതെന്നുള്ളതിന് പേരും വിവരങ്ങളുമുണ്ട്. 2004 പോറ്റി എങ്ങനെ വന്നു, എന്താ പേര് എന്ന് മാത്രമല്ല, 2007 2010 2012 എന്തോ ആയിക്കോട്ടെ, അതിനകത്ത് എന്തെങ്കിലും ഒരു ആരോപണങ്ങൾ ഒരുപാടുണ്ട്. ആരോപണത്തിൽ നമ്മളിപ്പോൾ എന്തുകൊണ്ടാണ് നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് കുറേ പേര് അകത്ത് കിടക്കുന്നത്? CPM അകത്ത് കിടക്കുന്നത് എന്തുകൊണ്ടാണ്? അത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഘട്ടം വരെ. ആ ഘട്ടം വരെ തെളിയിക്കപ്പെട്ട ഒരു സംഭവത്തിൽ ആരോപണം സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്തു, അവിടെ നിൽക്കൂ. ബാക്കി എല്ലാം ആരോപണങ്ങളാണ്, വരട്ടെ. പക്ഷെ 2004 എന്ന് ഞാൻ പറയാൻ വന്ന പോയിന്റ് ഇതാണ്. 2004 അങ്ങനെ ഒരു മോഷണം നടന്നതായി പോലും ആക്ഷേപമില്ല. എന്നിട്ട് പറയാം അന്വേഷണം എത്തുന്നതിന് മുന്നേ അത് പിണറായി വിജയനോട് ചോദിക്കണം. ഞാൻ പറയാം. 2004 അവിടെ മോഷണം നടത്തുന്നു ആരോപണം അന്വേഷിക്കണ്ടേ? ആർക്കും ആരോപണമില്ല. നിങ്ങളില്ലാന്ന് പറയില്ലെന്ന് ഹൈക്കോടതി വരെ പറഞ്ഞു. 99 ശേഷമുള്ള അന്വേഷിക്കാൻ പറഞ്ഞു. LDF-ന് ആക്ഷേപമുണ്ടോ? LDF-ന് അങ്ങനെയാണ് 2004 എന്താ പോയത്? മോഷണം അന്വേഷിക്കട്ടെ. നിങ്ങൾ സ്വർണ്ണപ്പാളി പറഞ്ഞപ്പോ നിങ്ങൾ സ്വർണ്ണപ്പാളി പോയി എന്ന് പറഞ്ഞാൽ മാറ്റിയ കാര്യം വന്നായിരുന്നോ? സ്വർണ്ണപ്പാളി കേസ് പറഞ്ഞപ്പോ 2015 സമ്മതിച്ചു. അല്ല സാറേ, അങ്ങനെയല്ല. അല്ലല്ല, നിങ്ങൾ ആദ്യത്തെ ആരോപണം എന്താ?
സ്വർണ്ണപ്പാളി മാറിയത്. സ്വർണ്ണപ്പാളി. അപ്പൊ അന്വേഷിച്ചപ്പോ കൊടിമരം മാറിയിട്ടുണ്ടായിരുന്നു. ഇല്ല, തീർന്നില്ല, ഉണ്ടായിരുന്നില്ലല്ലോ, കൊടിമരമില്ല. കൊടിമരം കൊടിമരം മണി പോയത് കൊടിമരം ഇപ്പോഴും ഇല്ല. കൊടിമരം ഇപ്പോഴും ഇല്ല. ആക്ഷേപം മാത്രമാണ്. അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കട്ടെ. മണി പോയത് അന്വേഷിക്കല്ലേ. പിന്നെ ഈ പിന്നെന്താണ് നമ്മുടെ വാജി വാഹനം തന്ത്രിയുടെ അത് കൊടിമരത്തിന്റെ കൂടെ ആണ്. അപ്പം ആദ്യം പാളി അന്വേഷിച്ചു, അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് കൊടിമരം അന്വേഷിച്ചു, അത് കഴിഞ്ഞ് വാജി വാഹനം അന്വേഷിച്ചു, പിന്നെ മണി അന്വേഷിച്ചു. ബാക്കോട്ട് വരുന്നേ ഉള്ളൂ. അപ്പൊ എത്തിക്കോളും. അതുകൊണ്ടാണ് അവർ അന്വേഷണം കൊണ്ടുവന്നത്. അപ്പൊ ബാക്കിലോട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ അതാണ് ആരോപണം. അതിനാണ് ആരോപണം എന്ന് പറയാം. 2004 എന്താ പോയത്? അത് അന്വേഷിക്കട്ടെ. അത് പോയി ആക്ഷേപമുണ്ട്. അപ്പൊ അന്വേഷിക്കട്ടെ. അതില്ലാന്ന് പറയുന്നത് അതാണ് പറയുന്നത്. പോറ്റി അല്ല, ഇത്രയും കള്ളനായ ഒരു പോറ്റി, ഒരു മിനിറ്റ്, ഇത്രയും കള്ളനായ ഒരു പോറ്റി 2015-ലും 2019-ലും 2020-ലും ഒക്കെ സ്വർണ്ണം കട്ടിട്ടുണ്ടെങ്കിൽ 2004-ലെ കാര്യം അന്വേഷിക്കണമെന്നേ. അത്ര 2015 വരെ മിണ്ടാതിരുന്ന പോറ്റിയാണോ? അല്ലല്ലോ. 2015-ലുള്ള അന്വേഷണം നടക്കുമ്പോൾ കാണാം. അതാണ് അന്വേഷിക്കണം എന്ന് പറയുന്നത്. നിങ്ങൾ അന്വേഷിച്ചു. അപ്പൊ പാട്ട് പാടുമ്പോൾ മാറ്റി പാടിയാ മതി. പാട്ടിന്റെ പാട്ട് ഏറ്റെടുക്കുന്നു. അല്ല, ആ വിഷമാണോ? എനിക്ക് അങ്ങനെ ഒരു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ നുണ പറഞ്ഞ് പറ്റിച്ചിട്ട് ഈ പറയുന്ന കോൺഗ്രസ് പോറ്റി ശബരിമലയിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ശരിയാക്കാം. ആ പാട്ടോടെ 2004 അങ്ങനെ ഒരു ആക്ഷേപമില്ല. 2004 അങ്ങനെ ഒരു വാദം പോലും ഇല്ല. ആകെയുള്ളൊരു ഞാൻ പറഞ്ഞു തീർക്കുകയാണ്. ആകെയുള്ളൊരു പ്രശ്നം 2004 ഈ UDF-ന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അത് കോൺഗ്രസിന്റെ മന്ത്രിസഭയാണ്. KC വേണുഗോപാലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രോബബിൾ CM കാൻഡിഡേറ്റ്. അതാണ് വിഷയം. പക്ഷേ ആ ആരോപണം തീർത്തോട്ടെ, 2 മിനിറ്റ്. ആ ആരോപണം ബാലിശമാണ്. അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ അടൂർ പ്രകാശ് പറഞ്ഞ നുണയിലാണ് അദ്ദേഹം ഇപ്പോൾ വന്നു നിൽക്കുന്നത്. പക്ഷേ വളരെ മുമ്പേ തന്നെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ടായിട്ടും അന്നൊന്നും ചോദ്യം ചെയ്യാതെ UDF-ന്റെ ജാഥ നടക്കുന്ന സമയത്ത് ആ അന്വേഷണത്തിലേക്ക്, ആ ചോദ്യം ചെയ്യലിലേക്ക് പോയത് ഇതാണെന്നുള്ള സ്വാഭാവികമായ സംശയം. 2, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആക്ഷേപം 2004 പോറ്റി കയറി. അതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം, ഈ പോറ്റി വരിക എന്ന് പറഞ്ഞാൽ പോറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പോറ്റിയെ കൊണ്ടുവരുന്ന ഒരു പരികർമ്മിയാണ്. സത്യത്തിൽ 2004-2007 2004 ഇദ്ദേഹം ബാംഗ്ലൂരിലെ ഒരു അമ്പലത്തിലെ ഒരു പൂജാരിയായിരുന്നു. അവിടെ വെച്ച് തന്ത്രി ഇയാളെ പരിചയപ്പെടുന്നു. 2007 അയാൾ 2007 തന്ത്രിയാണ് ശബരിമലയിലേക്ക് ഇയാളെ കൊണ്ടുവരുന്നത്. ഇതാണ് ഫാക്ട്. ഈ പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞാൽ സഖാക്കളാണ് കയറ്റി എന്ന് പറയാൻ വേറെയാണ്. പാടുവോ? വേറെയല്ല. തന്ത്രിയാണ് കയറ്റിയെന്നല്ലേ പാടണ്ടേ? അല്ലേ? അത് കോൺഗ്രസിനോട് പറഞ്ഞോളൂ. എന്തായാലും പോറ്റിയെ കയറ്റി അവിടെ പറഞ്ഞാൽ മതി. അത് കോൺഗ്രസിനോട് പറഞ്ഞാൽ മതി. പോറ്റിയെ കയറ്റി എന്നതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ആ പാട്ട് കേട്ട കാര്യമൊന്നുമില്ല. പോറ്റിയെ കയറ്റി എന്ന് പറഞ്ഞാൽ മോഷണം നടത്തിയത് പോറ്റിയാണ്. ഈ കാലത്താണ് കൂടുള്ളവന്മാരെല്ലാം അകത്ത് പോയി. ഏതാ CPM-ന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPM-ന്റെ 2 അംഗങ്ങൾ, ഇവരൊക്കെ അകത്ത് പോയി. അത്രേ ഉള്ളൂ. അല്ലാതെ പോറ്റി എന്ന് കയറി ടെക്നിക്കലി അതാ ഞാൻ പറഞ്ഞ പോറ്റി പണ്ട് നിക്കട്ടുണ്ട് ശബരിമലയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് ബാലിശമാണ്. ശരി, ഇനി ഈ രണ്ട് വിഷയങ്ങൾ കഴിയുന്നു. അടുത്തത്, ഈ കാര്യത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ശബരിമലയിൽ അടൂർ പ്രകാശിന് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലെന്നുള്ളത് തെളിയിക്കപ്പെടേണ്ട കാര്യം. പക്ഷേ രാഷ്ട്രീയമായി LDF-നെ തിരിച്ചടിക്കാനുള്ള ഒരു വടിയിട്ട് കൊടുത്തു അടൂർ പ്രകാശ്. അതിൽ കയറിക്കൊണ്ട് അടൂർ പ്രകാശ് ഇപ്പോൾ ചോദ്യമലയിൽ നിൽക്കുകയാണ്. അടൂർ പ്രകാശ് നേരത്തെ ഈ കാര്യം സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നില്ല. അപ്പോൾ ഒരു വശത്ത് കടകംപള്ളി, ഇപ്പുറത്ത് അടൂർ പ്രകാശ്, 2 പ്രധാനപ്പെട്ട UDF-നെയും LDF-നെയും നേതാക്കളെ സംശയമല്ല നിർത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആരോപണം നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള നേരത്തെ ഒരു പ്രീ പ്ലാൻഡ് നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ശബരിമല ആക്ഷേപം UDF-നെതിരെ തിരിച്ചിരിക്കുന്നത്. ഇന്ന് അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ ചോദ്യമുറയിൽ നിൽക്കുമ്പോൾ അടൂർ പ്രകാശ് വരുത്തിവെച്ച വിനയാണ്. സത്യം പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാമായിരുന്നു. നുണ പറഞ്ഞ അടൂർ പ്രകാശ് പറഞ്ഞത് ആരും വിശ്വസിക്കില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബാധ്യത മുഴുവൻ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് UDF എത്തിയിരിക്കുന്നു. Meet the editors.